നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. MP എന്ന നിലയിൽ തന്നെ തോണ്ടിയാൽ തിരിച്ചു മാന്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ ഫോറൻസിക് ലാബിന് 8 ഏക്കർ സ്ഥലം തരണമെന്ന് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ സ്ഥലം തൃശൂരിന് നൽകാതെ തിരുവനന്തപുരത്ത് സ്ഥലമുണ്ടെന്ന് പറയുന്നത് സർക്കാരിന്റെ ദുഷിച്ച മനസ്സാണെന്ന് സുരേഷ് ഗോപി. കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ തീയതി നീട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക. എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ഡിസംബർ 11 വരെ സമയം അനുവദിച്ചു. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ ആഘോഷിക്കും. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം നടത്തി. ഗജരാജന്റെ ദീപ്തസ്മരണയ്ക്കു മുന്നിൽ ആനത്തറവാട്ടിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു. അവണിശ്ശേരി ആനക്കല്ലിൽ മരക്കമ്പനിയിൽ അഗ്നിബാധ. മരക്കമ്പനി ഭാഗികമായി കത്തിനശിച്ചു. ഫർണിച്ചറും മര ഉരുപ്പടികളും മെഷീനറികളും അഗ്നിക്കിരയായി. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ പുത്തൻപള്ളിയിലെ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായി ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവല്ലോമല പുനർജനി നൂഴൽ നാളെ പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രം ജീവനക്കാരും മേൽശാന്തിയും ഭക്തരും ഗുഹാമുഖത്തെത്തി പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസിൽ യുവതിയുടെ മൊഴി സാധൂകരിച്ച് ഡോക്ടർമാർ. ചികിത്സിച്ച 2 ഡോക്ടർമാരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. തൃശൂർ ജില്ലാ യോഗ പ്രൊമോട്ടേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് അസോസിയേഷൻ 37ാമത് ജില്ലാ യോഗാസന മത്സരം തൃശൂരിൽ സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം TG രവി ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം നാട്ടിക യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ സംഗമവും സ്നേഹാദരവും നടത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് ഭൂമി നൽകി പഴയന്നൂരിലെ വ്യാപാരി M. അബ്ദുൾ സലാം. ഭൂമിയില്ലാത്ത 5 കുടുംബങ്ങൾക്ക് 4 സെന്റ് ഭൂമി വീതമാണ് അബ്ദുൾ സലാം നൽകിയത്. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിതിൻ വയലുങ്കൽ മുഖ്യ കാർമ്മികനായി. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 14 മാസം പിന്നിടുമ്പോഴും പൂർത്തിയായിട്ടില്ല. ദേശീയപാത നെല്ലായിൽ കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരനായ വയോധികൻ മരിച്ചു. നെല്ലായി പന്തല്ലൂർ സ്വദേശി പനയത്ത് വീട്ടിൽ 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. പാവറട്ടി പഞ്ചായത്തിലെ കോഴിത്തോട്ടിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ചിറ്റാട്ടുകര റോഡിൽ കോഴിത്തോട് ആരംഭിക്കുന്ന ജനവാസ മേഖലയിലാണ് മാലിന്യം തള്ളിയത്. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിലെ അടുക്കള മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. ഉഴുവത്ത് കടവിൽ K-ടൗൺ ഹോട്ടലിന് കീഴിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നത്. ഗുരുവായൂർ ഏകാദശി ദിവസം പൊതുവരിയിൽ നിന്ന് തൊഴാനെത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് പ്രഥമ പരിഗണന നൽകും. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിവരെ സ്പെഷ്യൽ ദർശനം അനുവദിക്കില്ല. non-AC സ്ലീപ്പർ കോച്ച് യാത്രക്കാർക്കും പുതപ്പും തലയിണകളും നൽകാനൊരുങ്ങി ദക്ഷിണ റെയിൽവേ. യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. വെങ്കിടങ്ങിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സഹപാഠികളുടെ സംഘം. 11ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി CA ജോൺസന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘം എത്തിയത്. കൂരിക്കുഴി 18 മുറി ജാറമംഗണത്തിൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ ആണ്ട് നേർച്ചയും റിഫ ഇ റാത്തീബും നടത്തി. മൗലീദ് മജ്ലിസിന് കൂരിക്കുഴി മഹല്ല് ഖത്തീബ് സയ്യിദ് ജാഫർ സ്വാദിഖ് തങ്ങൾ, ജാറം മസ്ജിദ് ഇമാം ജാബിർ അൽ ഫാളിലി എന്നിവർ നേതൃത്വം നൽകി. എങ്കക്കാട് വേദിയാകുന്ന ദേശീയ ചിത്രകലാ ക്യാമ്പിന്റെയും ഗ്രാമീണ കലോത്സവത്തിന്റെയും ബ്രോഷർ പ്രകാശനം ചെയ്തു. രഞ്ജിത്ത് രാമന് ബ്രോഷർ നൽകി പ്രകാശനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.